back to once. So here session 2019 scheme question paper solution program analog circuits in the question paper solution program we continue cheyana already 4 module we discuss cheyidittunde. So in detail aayittu we 5th module inde question um adinte answers aanu ee session il we discuss cheyyunnathu. Okay, so 4 module inde videos kaanathavaru aa videos watch cheya. So we start cheyana analog circuits ECT 202 aanu idinte code. So questions discuss ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ സിലബസ് നമുക്ക് നോക്കാം. സോ KTU റിലീസ് ചെയ്തിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സിന്റെ മൊഡ്യൂൾ 5 സിലബസിൽ വരുന്നത് മെയിൻലി 2 ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പവർ ആംപ്ലിഫയേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഈ 2 സെക്ഷൻ ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ഓക്കെ, സോ പവർ ആംപ്ലിഫയേഴ്സിൽ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി, ദെൻ അതിൽ ഓരോ ക്ലാസിൻ്റെയും സർക്യൂട്ട്സ് കാര്യങ്ങൾ അതിൻ്റെ എഫിഷ്യൻസി, അതായത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ, പുഷ് ബുൾ ക്ലാസ് ബി, ദെൻ ക്ലാസ് എ ബി പവർ ആംപ്ലിഫയർ, ദെൻ കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി ആൻഡ് ക്ലാസ് എ ബി പവർ ആംപ്ലിഫയേഴ്സ്, ഇതിൻ്റെ എല്ലാം എഫിഷ്യൻസിയും ദെൻ ഡിസ്റ്റോർഷൻ അനാലിസിസ് വേണ്ടാന്ന് ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ, പവർ ആംപ്ലിഫയർ സെക്ഷൻ. ദെൻ സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് റെഗുലേറ്റഡ് പവർ സപ്ലൈ, അതായത് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സെക്ഷനാണ് വരുന്നത്. സോ നോർമലി നമ്മൾ സെനഡയോഡിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. സോ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ വരുന്നുണ്ട്. ദെൻ BJTയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ദെൻ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ദെൻ ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ, ദെൻ ഔട്ട്പുട്ട് കറന്റ് ബൂസ്റ്റിംഗ്. സോ ഇത്രയും സെക്ഷനാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈസിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു മൊഡ്യൂൾ 5 നിന്ന് 2019 സ്കീം ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള KTU S4 എക്സാമിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് എ ആൻഡ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാണ്. സോ ഫസ്റ്റ് പാർട്ട് എ. സോ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 മാർക്സ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് VI ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ. അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഫോൾ ബാക്ക് പ്രൊട്ടക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് ഈ ഫോൾഡ് ബാക്ക് കറന്റ് ലിമിറ്റിംഗ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ നോർമലി നമ്മൾ സെനഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ ആണ് യൂസ് ചെയ്യുക. പക്ഷേ കുറച്ചും കൂടെ പവർ റേറ്റിംഗ് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ BJT കമ്പോണൻസും കൂടെ ആഡ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം നമുക്ക് നോക്കാം. സോ ഈ സർക്യൂട്ടിൽ മെയിൻലി 2 ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉള്ളത്, Q1, Q3. ഈ 2 നെയിംസ് ആണ് കൊടുത്തേക്കുന്നത്, Q1 ആൻഡ് Q3. ഈ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ റേറ്റിംഗ്, പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് VCE ഇൻറ്റു IC ആണ് ഇതിന്റെ പവർ വാല്യൂ വരുന്നത്, ഔട്ട്പുട്ട് പവർ വരുന്നത്. സോ ഈ ഒരു പവർ റേറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഹൈ പവർ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷനിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡയഗ്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ വി ഹാവ് ദി റഫറൻസ് വോൾട്ടേജ്, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ റഫറൻസ് വോൾട്ടേജ്. ദെൻ വി ഹാവ് വൺ കമ്പറേറ്റർ സർക്യൂട്ട് ഉണ്ട്. സോ കമ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണ്, 2 ഇൻപുട്ട് ഉണ്ട്. ഒന്ന് നമ്മുടെ റഫറൻസ് വോൾട്ടേജ് ആണ് ഒരു ഇൻപുട്ട് വരുന്നത്, സെക്കൻഡ് ഇൻപുട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തെടുക്കുന്ന വോൾട്ടേജ് ആണ്, ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ് സെക്കൻഡ് ഇൻപുട്ട്. സോ ഈ ഒരു കമ്പാരിസൺ ചെയ്ത് ഇതിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ, സീരീസ് പാസ് ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള Q1ന്റെ ബേസിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ മാത്തമാറ്റിക്കലി ആണ് നമ്മൾ ഇത് എന്തുകൊണ്ട് ഫോൾ ബാക്ക് എന്ന് വിളിക്കുന്നത് എന്നുള്ള റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റിലേഷൻ വെച്ചിട്ടാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ലോഡിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, IL ആണ് ലോഡ് കറന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ലോഡ് കറന്റ് വിൽ ഫ്ലോസ് ത്രൂ RL എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ ലോഡ് കറന്റ് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഫസ്റ്റ് VA എന്ന് പറയുന്ന വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എഴുതാം. VA എന്ന് പറഞ്ഞാൽ ഈ നോഡിലുള്ള വോൾട്ടേജ് ആണ് VA. സോ ബൈ യൂസിങ് KVL, VA എന്ന് പറയുന്നത് എന്താണ്, IL RL പ്ലസ് V0 ആണ്. അതായത് RL എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പും പിന്നെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ ആഡ് ചെയ്തതാണ് നമ്മുടെ VA എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരു I എന്ന് പറയുന്ന ഒരു കറന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് I കറന്റ് ഫ്ലോസ് ത്രൂ R5 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് I.
ഇനി നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ് ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട്. സോ നമുക്ക് ഇവിടെ അത് അപ്രോക്സിമേറ്റ്ലി 0 തന്നെ എടുക്കാം. അനാലിസിസ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്തെടുത്തു? 0 എടുത്തു. ദാറ്റ് മീൻസ് ദ കംപ്ലീറ്റ് കറണ്ട് I ഫ്ലോസ് ത്രൂ R5 വിൽ ഫ്ലോ ത്രൂ R6 ആൾസോ. അതായത് R5ലൂടെ ഫ്ലോ ചെയ്യുന്ന അതേ കറണ്ട് ഏതിലൂടെ ഫ്ലോ ചെയ്യും? R6ലൂടെയും ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് R5 ആൻഡ് R6 ആർ ഇൻ സീരീസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഐക്ക് ഒരു എക്സ്പ്രഷൻ നമുക്ക് അതൊന്ന് എഴുതിക്കൂടെ? വാട്ട് ഈസ് ഐ? ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നോഡിലുള്ള വോൾട്ടേജ്. ദാറ്റ് നോഡ് വോൾട്ടേജ് മീൻസ് VA. സോ VA ഡിവൈഡഡ് ബൈ R5 പ്ലസ് R6 എന്നുള്ള ഐയുടെ എക്സ്പ്രഷനും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ട്രാൻസിസ്റ്ററിന്റെ ബേസ് സൈഡ് ഒന്ന് നോക്കുക. സോ ട്രാൻസിസ്റ്ററിന്റെ ബേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആണ് ട്രാൻസിസ്റ്ററിന്റെ ബേസ് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് അക്രോസ് R6. സോ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വോൾട്ടേജ് മീൻസ് ഇറ്റ് ഈസ് എ വോൾട്ടേജ് അക്രോസ് ഏത് റെസിസ്റ്റർ ആണ്? R6 ആണ്. സോ R6ന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ VA ഇൻറ്റു R6 ഡിവൈഡ് ബൈ R5 പ്ലസ് R6. നമ്മൾ VA എന്നുള്ളതിന് ആൾറെഡി നേരത്തെ എക്സ്പ്രഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. IL ഇൻറ്റു R4 പ്ലസ് V0 ആണ്. അത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻറ്റു ഒരു ഫ്രാക്ഷൻ വരും R6 ഡിവൈഡ് ബൈ R5 പ്ലസ് R6. അതിനെ ഞാൻ K എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് എടുത്തു, ഒരു കോൺസ്റ്റന്റ് ആണ്. സോ R6 ഡിവൈഡ് ബൈ R5 പ്ലസ് R6 ഈസ് ഡിനോട്ടഡ് ആസ് K. സോ VB3 ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ വരുന്ന വോൾട്ടേജ് എന്താണ്? K ഇൻറ്റു IL RL പ്ലസ് V0 എന്ന് എടുത്തു. ഇനി ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിൽ വരുന്ന വോൾട്ടേജ് ആണ് ആക്ച്വലി എന്ത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ആ എമിറ്റർ വോൾട്ടേജ് VE3 എന്ന് പറയുന്നതാണ് V0 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം VBE എന്ന് പറഞ്ഞാൽ എന്താണ്? VB മൈനസ് VE. സോ വാട്ട് ഈസ് VBE3? VB3 മൈനസ് VE3. ഓക്കെ, സോ VBE3 നമ്മൾ എടുത്തിട്ടുണ്ട്, ആൾറെഡി ഉണ്ട്. എന്താണ്? K ഇൻറ്റു IL RL പ്ലസ് V0 ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് VE3 എന്താണ്? V0 ആണ്. സോ V0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, V0 ടേംസ് ഒരുമിച്ച് എഴുതി. സോ VBE3 is equal to K ഇൻറ്റു IL RL പ്ലസ് K മൈനസ് 1 ഇൻറ്റു V0. ഓക്കെ, സോ എനിക്കിതിന്ന് IL ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ IL ടേംസ് ഒരു സൈഡിലേക്ക് എടുത്തു. സോ K ഇൻറ്റു IL R4 is equal to VBE3 മൈനസ് K മൈനസ് 1 V0. ഓക്കെ, സോ ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ IL. ലോഡ് കറണ്ടിന്റെ എക്സ്പ്രഷൻ കിട്ടും. IL is equal to VBE3 പ്ലസ് 1 മൈനസ് K V0 ബൈ K R4. ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ടെർമിനൽ ഒന്ന് ജസ്റ്റ് ഷോർട്ട് ചെയ്യാന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് V0 ആസ് 0. V0 നമുക്ക് എന്തെടുക്കാം? 0 എടുക്കാം. സോ അങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുള്ള കറണ്ട് അതിനെ ISC, ആ ടൈമിലുള്ള ലോഡ് കറണ്ടിനെ ISC എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ISC is equal to VBE3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? K ഇൻറ്റു RL എന്ന് കിട്ടും. അപ്പം നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ ILനെ നമുക്ക് എങ്ങനെ എഴുതാം? IL is equal to ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC പ്ലസ് 1 മൈനസ് K V0 ഡിവൈഡ് ബൈ K RL. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ നിങ്ങൾ ഈ ബാക്കി ഡെറിവേഷൻ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഈ ഒരു ഫൈനൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ജസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഇത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സർക്യൂട്ട് ഡയഗ്രാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. സോ IL is equal to ISC പ്ലസ് 1 മൈനസ് K V0 ബൈ K RL. സോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കറണ്ട് ആണ് ഇതിൽ ഗ്രേറ്റർ. IL ഈസ് ഗ്രേറ്റർ ദാൻ ISC. അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനേക്കാളും ഗ്രേറ്റർ ആണ് IL എന്ന് പറയുന്നത്. സോ നമ്മളെ VI ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. X ആക്സിസിൽ നമ്മൾ IL എന്ന് പറയുന്ന ലോഡ് കറണ്ടും Y ആക്സിസിൽ ലോഡ് വോൾട്ടേജ് എടുത്തിട്ടുള്ള ഗ്രാഫ് വരച്ചിട്ടുണ്ട്. സോ നോർമൽ ഓപ്പറേറ്റിംഗിൽ ഔട്ട്പുട്ട് എന്താണ്? ഒരു ഫിക്സഡ് ആയിട്ട് നമ്മളിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോർമൽ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് V0. സോ IL എന്ന് പറയുന്ന റേറ്റഡ് കറണ്ട് ഇവിടെ നോർമലി ഈ ഒരു റേറ്റഡ് കറണ്ട് ആണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് സിറ്റുവേഷനിൽ മാക്സിമം എത്ര കറണ്ടാണ് വരുന്നത്? ISC എന്ന് പറയുന്ന കറണ്ട് ആണ് വരുന്നത്. സോ ഡിവൈസ് ഡാമേജ് ആവാതെ, അതായത് ഈ സീരീസ് പാസ് ട്രാൻസിസ്റ്ററിന്റെ പവർ ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് മെത്തേഡ് ഉപയോഗിച്ച്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ റേറ്റഡ് ലോഡ് കറണ്ടിനേക്കാളും കുറവാണ് എന്ത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ സർക്യൂട്ട് ഡയഗ്രാം, ISC ആ റിലേഷൻ, ദെൻ ഈ VI ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ഒരു ക്യാര വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 5 പാർട്ട് എയിലെ നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. വൈ ക്ലാസ് C ആംപ്ലിഫയർ ഈസ് ഹൈലി എഫിഷ്യൻറ്റ്? വൈ ആർ ദേ നോട്ട് പ്രിഫേർഡ് ഇൻ ഓഡിയോ അപ്ലിക്കേഷൻസ്? അതായത് നമുക്ക് പവർ ആംപ്ലിഫയേഴ്സിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലാസ് A, ക്ലാസ് AB, ദെൻ ക്ലാസ് C, ക്ലാസ് B, അങ്ങനെ പല ക്ലാസിഫിക്കേഷനും ഉണ്ട്. നമ്മൾ ആ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്യൂ പോയിന്റിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എഫിഷ്യൻസി എല്ലാം ഓരോ ക്ലാസിഫിക്കേഷനും എഫിഷ്യൻസീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ക്ലാസ് C എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളത് ഓഡിയോ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നില്ല എന്നും കൂടെ പറയുന്നുണ്ട്. സോ വൈ ദേ ആർ നോട്ട് പ്രിഫേർഡ് ഇൻ ഓഡിയോ അപ്ലിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഇതിലുണ്ട്. സോ ക്ലാസ് C പവർ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം ഫസ്റ്റ് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഓഫ് ക്ലാസ് C പവർ ആംപ്ലിഫയർ. സോ ക്ലാസ് C പവർ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രിയാണ്. കണ്ടക്ഷൻ ആംഗിൾ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. അതായത് നോർമലി ഒരു 120 ഡിഗ്രി ടു 180 ഡിഗ്രിയാണ് അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ്റെ താഴെ ആയിരിക്കും ഉണ്ടാവുക. ക്ലാസ് സിയുടെ കേസിൽ ക്യൂ പോയിന്റ് ലൈസ് ബിലോ ദി കട്ട് ഓഫ് റീജിയൻ. ഓക്കെ, സോ ക്ലാസ് C പവർ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രം ഉണ്ട്. സോ ക്ലാസ് C പവർ ആംപ്ലിഫയറിൽ കണ്ടക്ഷൻ ആംഗിൾ ലെസ് ദാൻ 180 എന്ന് പറഞ്ഞു. സോ ഇത് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ഇതിലൊരു ട്രാൻസിസ്റ്റർ Q1 ഉണ്ട്. സോ Q1ൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് എത്രയാണ്? 0.7 ആണ്. സോ ആ ഒരു വോൾട്ടേജിൻ്റെ കൂടെ എക്സ്ട്രാ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന RB എന്ന് പറയുന്ന ബയാസിങ് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷനിലേക്ക് വരൂ. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ കുറഞ്ഞിരിക്കുന്നത്. അതായത് കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഏത് സമയത്താണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺ സ്റ്റേറ്റിലേക്ക് വരണം. ഓൺ സ്റ്റേറ്റിലേക്ക് ജസ്റ്റ് 0.7 വോൾട്ടേജ് മാത്രം കൊടുത്താൽ പോരാ. നോർമലി ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് ഓവർകം ചെയ്താൽ ഇത് ഓൺ കണ്ടീഷനിലേക്ക് വരും. പക്ഷേ ഇവിടെ ഒരു ബയാസിങ് റെസിസ്റ്റർ ഉള്ളത് കൊണ്ട് ആ വോൾട്ടേജും കൂടെ ഇതിനെ റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുകയാണ്. സോ ആ വോൾട്ടേജും പ്ലസ് 0.7 കൂടെ ആഡപ്പ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നലിൽ വന്നാൽ മാത്രമേ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ കണ്ടക്ഷൻ ആംഗിൾ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി. അതാണ് ക്ലാസ് സിയുടെ പ്രത്യേകത. ഇനി ഇതിൽ ട്യൂണിങ് സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കളക്ടറിൽ LC സർക്യൂട്ടാണ്, ടാങ്ക് സർക്യൂട്ടാണ്, റെസൊണൻസ് കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ട്യൂണിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മേജർ അപ്ലിക്കേഷൻ ഓഫ് ക്ലാസ് C പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓഡിയോ ഫ്രീക്വൻസി അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷനിൽ ട്യൂണിങ് പർപ്പസിനൊക്കെയാണ് നമ്മൾ മെയിൻലി ക്ലാസ് C പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കണ്ടക്ഷൻ ആംഗിൾ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി എന്നുള്ള ഒരു കേസ് നിങ്ങൾ എഴുതുക. അതിൻ്റെ ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 120 ഡിഗ്രി ഒക്കെയാണ് ഏകദേശം ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ വരുന്നത്. ഓക്കെ, സോ കണ്ടക്ഷൻ ആംഗിൾ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് കുറവാണ്. സോ ദാറ്റ് മീൻസ് ദ എഫിഷ്യൻസി ഈസ് ഹൈ ഫോർ ക്ലാസ് C പവർ ആംപ്ലിഫയർ. അറൗണ്ട് ഒരു 90% ഒക്കെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. സോ കമ്പയർഡ് ടു ക്ലാസ് A ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി എന്താണ്? വളരെ കൂടുതലാണ്. ഇനി നമ്മളിത് ഓഡിയോ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റോർഷൻ ലെവൽ വളരെ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദി വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ക്ലാസ് C ആംപ്ലിഫയർ. ഓക്കെ, സോ മെയിൻ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട്സ് ലൈക്ക് RF ആംപ്ലിഫയർ, RF ഓസിലേറ്ററിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ട്യൂണിങ് പർപ്പസിനാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ക്ലാസ് C, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ, അതിൻ്റെ ഒരു എഫിഷ്യൻസി പറയുക. ദെൻ അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഓഡിയോ ഫ്രീക്വൻസി അല്ല, ഏതാണ്? റേഡിയോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻ ആണ്. ബിക്കോസ് ഓഫ് ദി LC സർക്യൂട്ട് യൂസ്ഡ് ഇൻ ദി കളക്ടർ ടെർമിനൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് എയിലുള്ള 2 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. ദെൻ പാർട്ട് ബിയിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഇൻ എ പവർ ആംപ്ലിഫയർ? ഹൗ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ എ പുഷ് പുൾ ആംപ്ലിഫയർ സർക്യൂട്ട് എന്നുള്ളതാണ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹാർമോണിക് ഡിസ്റ്റോർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു ഇൻപുട്ട് വേവ് കൊടുത്തു, ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടിൽ നമുക്ക് ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ആംപ്ലിഫൈഡ് സിഗ്നലാണ് നമുക്ക് കിട്ടേണ്ടത്, ഡിസ്റ്റോർഷൻ ഇല്ലാത്ത ആംപ്ലിഫൈഡ്. പക്ഷേ ചില സമയങ്ങളിൽ ഔട്ട്പുട്ടിൽ എന്ത് വരും, ഡിസ്റ്റോർഷൻ വരും. സോ വേവ് ഫോമിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ അതിന് മെയിൻ കാരണം എന്താണ്, ഹാർമോണിക് ആണ്, ഹാർമോണിക് ഡിസ്റ്റോർഷൻ ആണ്. സോ ഹാർമോണിക് ഡിസ്റ്റോർഷൻ മീൻസ് ഇറ്റ് ഈസ് the distortion or correction in output waveform due to the generation of harmonics. So harmonic components extra വരുന്നത് കൊണ്ട്, ഹാർമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കമ്പോണൻസ് ആണ്, അത് എക്സ്ട്രാ ഔട്ട്പുട്ടിൽ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റോർഷൻ വരുന്നത്. ഓക്കെ, സോ ഈ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇൻഡിജർ മൾട്ടിപ്പിൾ ആണ്. ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഹാർമോണിക്സ് എന്ന് പറയുന്നത്. സോ ഓഡിയോ ആംപ്ലിഫയറിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എക്സ് ആണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എങ്കിൽ 2x, 3x, 4x ഇതൊക്കെയാണ് നമ്മളുടെ ഹാർമോണിക്സ്. സോ ഓഡ് ആൻഡ് ഈവൻ ഹാർമോണിക്സ് ഔട്ട്പുട്ടിൽ ഉണ്ടാവും. സോ ഈ ഹാർമോണിക്സ് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ വേവ് ഫോം എന്ത് ചെയ്യുന്നത്, ഇതിൽ ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ വരുന്നത്. സോ ഈ ഒരു ഹാർമോണിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലുള്ള നോൺ ലീനിയർ കമ്പോണൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് എലമെന്റ്സ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ്, അതായത് BJT FET കൊണ്ടൊക്കെയാണ് നോർമലി നമ്മൾ ആംപ്ലിഫയർ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ഈ BJT FET കമ്പോണൻസ് ആണ് ഇതിൽ നോൺ ലീനിയാരിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഡിസ്റ്റോർഷൻ ആയിട്ട് നമുക്ക് എവിടെ വരുന്നത്, ഔട്ട്പുട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ്, എല്ലാ ആംപ്ലിറ്റ്യൂഡ് ലെവലിനെയും ഒരുപോലെ അല്ല ഈ കമ്പോണൻസ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഷേപ്പിൽ ചെറിയൊരു ചേഞ്ച് വരും. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത ഈവൻ ഹാർമോണിക്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റിമൂവ് ദി ഈവൻ ഹാർമോണിക്സ് ഇൻ പുഷ് പുൾ ആംപ്ലിഫയർ. ഓക്കെ, സോ ഈവൻ ഹാർമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x, 4x ഫ്രീക്വൻസി കമ്പോണൻസ് ആണ് ഈവൻ ഹാർമോണിക്സ്, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഹാർമോണിക്സ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് നോക്കാം. സോ സർക്യൂട്ട് ഡയഗ്രത്തിൽ വി ഹാവ് എ പുഷ് പുൾ സർക്യൂട്ട്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ്, T1, T2 എന്നുള്ള രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് പുഷ് പുൾ സർക്യൂട്ട് വരുന്നത്. ദെൻ ഇൻപുട്ടിൽ വി ഹാവ് ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ദെൻ ബയാസിങ് വഴിയാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ വേണ്ടിയിട്ട് ഈ ബയാസിങ് വോൾട്ടേജ് യൂസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ട് സൈഡിൽ വി ഹാവ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ T1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവും, T2 എന്താവും, T1 ഈസ് ഓൺ, T2 ഈസ് ഓഫ്, T2 ഓഫ് ആയിരിക്കും. ദെൻ റിവേഴ്സ് കേസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ദെൻ ബേസിലേക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ T1 ഓഫിലേക്ക് പോകും. സോ T1 ഈസ് ഓഫ്, T2 ഈസ് ഓൺ. സോ അറ്റ് എ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കും ഓൺ ആവുക, ഒന്നെങ്കിൽ T1 അല്ലെങ്കിൽ T2, രണ്ടും സൈമിൾട്ടേനിയസ്ലി ഓൺ ആവില്ല. സോ T1 ഓൺ ആകുമ്പോൾ നമുക്ക് T1ൻ്റെ ഔട്ട്പുട്ട് കിട്ടും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. T2 ഓൺ ആകുമ്പോൾ നമുക്ക് T2 എന്ന് ഔട്ട്പുട്ട് കിട്ടും, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. സോ രണ്ടും കൂടെ ക്ലബ് ചെയ്തതാണ് നമ്മുടെ എൻലാർജ്ഡ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പുഷ് പുൾ ആംപ്ലിഫയർ വരുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈവൻ ഹാർമോണിക്സിൻ്റെ ലെവൽ എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. Then second question, B question, design a simple shunt regulator for an output voltage of 10 volt when its input varies from 14 to 24 volt and load current varies from 10 milliampere to 40 milliampere. Assume the Zener voltage stabilizes at a minimum current of 15 milliampere. Okay, so shunt voltage regulator ne base ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ആണ്. 8 മാർക്കാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. സോ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി സെനഡയോഡ് ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുക. അതിലുള്ള കമ്പോണൻസ് ഞാൻ പറയാം. അൺറെഗുലേറ്റഡ് വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. സെനഡയോഡ് അതിന് എന്ത് ചെയ്യും, റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ സർക്യൂട്ടിലുള്ളത് ഒരു സീരീസ് റെസിസ്റ്റൻസ് RS എന്ന് പറയുന്ന സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്.
അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് സീരീസ് കറണ്ട് IS എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് എ സെന ഡയോഡ് ഇൻ ദി പാരലൽ പാത്ത് ആൻഡ് ആൾസോ ലോഡ് ഈസ് കണക്റ്റഡ് ഇൻ ദി പാരലൽ പാത്ത്. ഓക്കെ, സോ ഈ IS എന്ന് പറയുന്ന സീരീസ് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു കറണ്ട് ഏതിലൂടെ ഫ്ലോ ചെയ്യും? സെന ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും. ഇനി സെന ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. നോർമലി നമ്മൾ ആനോഡ് ടു കാഥോഡ് എന്നാണ് മാർക്ക് ചെയ്യാറ് ഡയോഡിന്റെ കറണ്ട് ഫ്ലോ. പക്ഷേ ഇവിടെ കാഥോഡ് ടു ആനോഡ് ആണ്. ബിക്കോസ് ദ സെന ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ വിച്ച് ബയാസ്? റിവേഴ്സ് ബയസ്. റിവേഴ്സ് ബയസിലാണെങ്കിൽ കറണ്ട് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ് ആയിരിക്കും. സോ IZ ആണ് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ദെൻ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? IL ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തന്ന ഡാറ്റാസ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര റെഗുലേറ്റഡ് വോൾട്ടേജാണ് കിട്ടുന്നത്? 10 ആണ്. 10 വോൾട്ട് ഈസ് ദി റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് നമുക്കറിയാം. സോ ഇൻപുട്ടിന്റെ റേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 14 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ് ഇൻപുട്ടിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, ലോഡ് കറന്റ് വാരീസ് ഫ്രം 10 മില്ലി ആംപിയർ ടു 40 മില്ലി ആംപിയർ. ഓക്കെ, ലോഡിന്റെ വേരിയേഷൻ, ലോഡിന് മിനിമം വാല്യൂ ഉണ്ട്. IL മിനിമം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10 മില്ലി ആംപിയർ ആണ്. Then IL max ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് IL max is given as 40 milliampere. Okay, then സെന ഡയോഡിൽ ഫ്ലോ ചെയ്യുന്ന മിനിമം കറണ്ട്, അതായത് സെന ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IZ മിനിമം ആണ്. IZ മിനിമം ഈസ് നോൺ ആസ് ദി നീ കറണ്ട്. സോ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നീ കറണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മിനിമം കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ദി സെന ഡയോഡ് എത്രയാണ്? 15 മില്ലി ആംപിയർ ആണ്. ഇനി നമുക്കറിയാം സെനറിലൂടെ മിനിമം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഇത് നമ്മൾ കോമൺ ലോജിക്ക് യൂസ് ചെയ്യണം. ഡാറ്റാസ് ഒരുപാട് തന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ആവശ്യമുള്ള ഡാറ്റ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്. സോ സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മിനിമം ആണെങ്കിൽ, മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മില്ലി ആംപിയർ ആണെങ്കിൽ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാക്സിമം ആയിരിക്കും. അപ്പോൾ ലോഡിന്റെ റേഞ്ച് തന്നിട്ടുണ്ട് 10 to 40. അപ്പോൾ ഏതെടുക്കണം? ലോഡ് കറണ്ട്. മാക്സിമം ലോഡ് കറണ്ട് എടുക്കണം. നിങ്ങൾ എത്ര എടുക്കണം? ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നിങ്ങൾ ഏതാ എടുക്കേണ്ടത്? 40 ആണ് എടുക്കേണ്ടത്. സോ ലോഡ് കറണ്ട് 40 മില്ലി ആംപിയർ എടുക്കുക. അപ്പോൾ സെനർ കറണ്ടും ലോഡ് കറണ്ടും കിട്ടിയാൽ ബൈ KCL സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? IS എന്ന് പറയുന്ന സീരീസ് കറണ്ട് കിട്ടും. സോ ഇറ്റ് ഈസ് എ സം ഓഫ് സെനർ കറണ്ട് ആൻഡ് ലോഡ് കറണ്ട്. സോ 15 + 40 എത്ര കിട്ടും? 55 മില്ലി ആംപിയർ ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ ലോഡിലൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്തായിരിക്കണം? 14 to 24 ആണ്. സോ ലോഡ് മാക്സിമം കറണ്ട് വലിക്കണം എന്നുണ്ടെങ്കിൽ സോഴ്സിൽ നിന്ന് അതിനനുസരിച്ച് ആ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം. സോ ഇൻപുട്ട് വോൾട്ടേജ് 14 to 24 എന്നുള്ള റേഞ്ച് തന്നിട്ടുണ്ടെങ്കിലും ലോഡിലേക്ക് മാക്സിമം കറണ്ട് ഒഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എത്ര വാല്യൂവിൽ കീപ്പ് ചെയ്യണം? വി ഹാവ് ടു കീപ് ദി ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് 24 വോൾട്ട് ഇൻപുട്ട് ആയിട്ട് എടുക്കുക. സോ 24 ഇൻപുട്ട് കൊടുത്തു, നമുക്ക് റെഗുലേറ്റ് ചെയ്ത് എത്ര കിട്ടുന്നു? 10 കിട്ടുന്നു. ബാക്കി 14 എവിടെ പോയി? ബാക്കി 14 ഈ സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ആണ് ബാക്കി 14 പോകുന്നത്. സോ ഈ സീരീസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 14 ഈ സീരീസ് റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് 55 ആണ്. അപ്പോൾ നമ്മളോട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതിൻ്റെ വാല്യൂ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് കമ്പോണന്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് RSന്റെ വാല്യൂ ഡിസൈൻ ചെയ്യണം. സോ RS എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. സോ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ അതിലൂടെയുള്ള കറണ്ട് എത്രയാണ്? 55. സോ 14/55 മില്ലി ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരീസ് റെസിസ്റ്റൻസ് കിട്ടും. ഒരു പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇതിൽ ഡിസൈൻ ചെയ്യാനുള്ളത് എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യണം, RL. സോ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ അതിലൂടെയുള്ള കറണ്ട്. ലോഡ് വോൾട്ടേജ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് 40 മില്ലി ആംപിയർ. സോ 40 മില്ലി ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സിമം കറണ്ട് ആണ് ലോഡിലൂടെ. അപ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. സോ RL മിനിമം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ RL മാക്സ് എന്തായിരിക്കും? വാട്ട് ഈസ് RL മാക്സ്? ലോഡിന്റെ മാക്സിമം എന്തായിരിക്കും? RL മാക്സ് ഈസ് വാട്ട്? 10 ഡിവൈഡഡ് ബൈ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറണ്ട്. എത്രയാണ് ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറണ്ട്? ഡിവൈഡ് ബൈ 10 മില്ലി ആംപിയർ. ഓക്കെ, സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതേണ്ടത്. സർക്യൂട്ട് ഡയഗ്രാം, ഓരോ കമ്പോണൻസ് ഐഡന്റിഫൈ ചെയ്യുക, വാല്യൂസ് നോട്ട് ഡൗൺ ചെയ്യുക, RS എന്നുള്ള സീരീസ് റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുക, ലോഡ് റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുക. നമുക്കറിയാം വോൾട്ടേജ് റെഗുലേറ്ററിൽ ലോഡ് വേരിയബിൾ ആണ്. സോ ലോഡിന്റെ മിനിമം മാക്സിമം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ മാക്സിമം മിനിമം രണ്ട് കണ്ടീഷനിൽ അത് കണ്ടുപിടിക്കുക. സോ ഇത്രയാണ് ഡിസൈൻ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. 8 മാർക്കാണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. ഓക്കെ,
സോ ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എസ്സേയിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ പാർട്ട് 9 മാർക്കാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നില്ല. 9 മാർക്കാണ് ഇതിന് വെയിറ്റേജ് വരുന്നത്. സോ ഇത് നിങ്ങൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടും. സോ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, ഹൗ ക്യാൻ ഇറ്റ് ബി ഓവർകം ആൻഡ് വാട്ട് കോംപ്രമൈസ് ഡു വി മേക്ക് ഇൻ പവർ ആംപ്ലിഫയർ പെർഫോമൻസ്. സോ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ വരുന്ന മെയിൻ ഇഷ്യൂ ആണ്. ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ മെയിൻ ഇഷ്യൂ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. സോ ഇത് വരാനുള്ള റീസൺ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ ഒരു ഡയഗ്രം ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്, ഒരു NPN ട്രാൻസിസ്റ്ററും ഒരു PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. ഓക്കെ, NPN ഉണ്ട്, PNP ഉണ്ട്. സോ അതിൻ്റെ രണ്ടിൻ്റെയും എമിറ്റർ ടെർമിനൽസ് ഷോർട്ട് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ദെൻ അതിൻ്റെ കളക്ടറിൽ നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ബേസ് ഷോർട്ട് ചെയ്തിട്ടാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വർക്കിംഗ് സിമ്പിളാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് NPN ഓൺ ആവും. സോ വിൽ ഗെറ്റ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അറ്റ് ദി ഔട്ട്പുട്ട്, ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അറ്റ് ദി ഔട്ട്പുട്ട്. ആൻഡ് ഡ്യൂറിംഗ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് NPN ഓഫ് ആവും. ഏത് ഓൺ ആവും? PNP ഓൺ ആവും. സോ PNP ഓൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻലാർജ് ചെയ്ത് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് നെറ്റ് ഔട്ട്പുട്ട്. സോ ഈ നെറ്റ് ഔട്ട്പുട്ട് നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് എമിറ്ററിൽ എത്ര വോൾട്ട് വേണം ഇത് ഓൺ ആവാൻ? 0.7. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് 0 to 0.7 ആവുന്ന സമയത്ത്, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് 0 to 0.7 ആവുന്ന സമയത്ത് ഈ രണ്ട് ട്രാൻസിസ്റ്ററും ഓൺ കണ്ടീഷനിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതായത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്യും. ആൻഡ് ദിസ് ഡിസ്റ്റോർഷൻ ഈസ് നോൺ ആസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. ഇതാണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. സോ വാട്ട് ഈസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ സർക്യൂട്ട് വെച്ചിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുക. ഔട്ട്പുട്ട് വേവ് ഫോമിൽ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ മാർക്ക് ചെയ്യുക. ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷനുള്ള റീസൺ എന്താണെന്നുള്ളത് പറയുക. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ അത് ഓണിലേക്ക് വരൂ. ഓണിൽ വന്നാൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യൂ. കണ്ടക്ട് ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. അപ്പോൾ 0 to 0.7 റേഞ്ചിൽ NPN ആയാലും PNP ആയാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. സോ ദാറ്റ് ഡിസ്റ്റോർഷൻ ഈസ് നോൺ ആസ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. സോ അത് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് പിന്നീട് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ 5 മാർക്കാണ്. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ 0.7ൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് ബയാസ് ചെയ്ത് വെക്കുക. ഈ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും ബേസ് നമ്മൾ ബയാസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഏത് റേഞ്ചിൽ ബയാസ് ചെയ്ത് വെക്കണം? ഈ 0.7 കൊണ്ടാണ് എന്തുണ്ടായത്? ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഉണ്ടായത്. സോ ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെയും ബേസ് നമ്മൾ ബയാസ് ചെയ്ത് വെക്കുക. സോ ആ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് AB പുഷ് പുൾ ആംപ്ലിഫയറിൽ രണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്, RB1 RB2. സോ വോൾട്ടേജ് അക്രോസ് RB1 ആൻഡ് വോൾട്ടേജ് അക്രോസ് RB2 വിൽ ബയാസ് ദീസ് ടു റെസിസ്റ്റേഴ്സ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സിന് എന്ത് ചെയ്യും? ബയാസ് ചെയ്യും. സോ ആൾറെഡി അതൊരു 0.7ൽ എത്തിക്കിടക്കുകയായിരിക്കും. പിന്നെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റൻറ്റിലാണ് ഇൻപുട്ട് ജസ്റ്റ് 0നേക്കാളും കൂടുതലാവുന്നത് ആ ഇൻസ്റ്റൻറ്റിൽ ട്രാൻസിസ്റ്റർ 1 ഓൺ കണ്ടീഷനിലേക്ക് വരും. ദെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് 0 ബിലോ വരുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ 2 ഓൺ ആവും, ട്രാൻസിസ്റ്റർ 1 എന്താവും? ഓഫ് ആവും. സോ ഏത് ഇൻപുട്ട് വാല്യൂ എടുത്താലും ആ സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സൈക്കിൾ നമുക്ക് ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. ഗ്യാപ്പ് ഒന്നുമില്ല, പോസിറ്റീവും നെഗറ്റീവും കിട്ടും. സോ ഈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു ബൈ യൂസിങ് ബയാസിങ് റെസിസ്റ്റേഴ്സ് അറ്റ് ദി ബേസ് ഓഫ് T1 ആൻഡ് T2. സോ ക്ലാസ് AB-യിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ് ബിയും AB-യും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ഇതാണ്. ക്ലാസ് ബിയിൽ നമ്മൾ ബയാസിങ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ക്ലാസ് AB-യിൽ നമ്മൾ എക്സ്ട്രാ ബയാസിങ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ട ആൻസർ. 5 മാർക്കാണ് ഇതിന് വരുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 5 അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾ 5 എന്ന് പാർട്ട് A ആൻഡ് പാർട്ട് B എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്.
ഓക്കെ, സോ നമ്മൾ ആൾറെഡി 5 മൊഡ്യൂളും ഡിസ്കസ് ചെയ്തു. 5 മൊഡ്യൂളിലെയും പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക. കൂടുതൽ സബ്ജക്ട്സിൻ്റെ വീഡിയോസ് വൺസിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ കീപ് വാച്ചിങ് വൺസ്. താങ്ക് യു ആൾ.